മോഹൻലാലിൻ്റെ ഡെബ്യൂട്ട് ഫിലിമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന അതേ സിനിമയുടെ ഡേറ്റിൽ തന്നെ മോഹൻലാലിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടായ ബറോസ് എന്ന ചലച്ചിത്രം ഇറങ്ങി. ഈ ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ റിലീസായി. മിസ്റ്റർ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. ഇത് ശരിക്കുള്ള 40 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു 3D ചലച്ചിത്രമാണ്. അതും കൺവേർഷൻ ഇല്ലാതെ ശരിക്കുള്ള 3D ലെൻസസും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ സിനിമയാണ്. ആർട്ട് ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ സെറ്റുകളും ഓരോ പീസുകളും പ്രോപ്പുകളൊക്കെ നല്ല കണ്ണിനൊരു ട്രീറ്റായിരുന്നു. പിന്നെ 3D എലിമെൻറ്റ്സ് ഒക്കെ നല്ലതായിട്ട് അവർ പുൾ ചെയ്തു. പിന്നെ മ്യൂസിക് പാട്ടുകൾ ലിഡിയൻ നാദസ്വരമാണ് ചെയ്തേക്കുന്നത്. അത് ഒരു കുട്ടിത്തം, ഒരു ക്യൂരിയോസിറ്റി ആ പാട്ടിന് വരാൻ വേണ്ടി ലിഡിയൻ നാദസ്വരത്തിൻ്റെ പാട്ടുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതായത് അതിൻ്റെ റൺ ടൈം 2 മണിക്കൂർ 35 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ആ കഥയ്ക്കൊരു നല്ല ഫ്ലോയിലൊരു നാച്ചുറലി പോകാനുള്ളൊരു സമയം കിട്ടി. ചിലർക്കൊക്കെ അത് നല്ല സ്ട്രെച്ച്ഡായിട്ട് തോന്നാം, പക്ഷേ അത് എനിക്കൊരു നാച്ചുറലായിട്ടാണ് തോന്നിയത്. കുട്ടികൾക്കൊക്കെ, തിയേറ്ററിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റീവൻ സ്പീൽബർഗിൻ്റെയൊക്കെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു കുട്ടിത്തം ആ ഒരു ടൈപ്പാണ് ചെയ്തേക്കുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ആ ഒരു രീതിയിൽ, പക്ഷേ ഒരു വെസ്റ്റേൺ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി വെസ്റ്റേൺ ഇന്ത്യയിലെ കുറച്ച് ഹിസ്റ്ററിയും പിന്നെ മിത്തോളജിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ പോർച്ചുഗീസുകാർ ഗോവയിൽ വന്ന് ആ ഒരു ഹിസ്റ്ററി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ബറോസ് എന്ന് പറഞ്ഞൊരു മിത്തിക്കൽ ലെജൻഡിനെയാണ് അവിടെ ആ കഥയിൽ മെയിനായിട്ട് ബറോസ് എന്ന് പറഞ്ഞൊരു മിത്തിക്കൽ ലെജൻഡിനെയാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഒരു ഗോവൻ ഹിസ്റ്ററി, പിന്നെ ആ പോർച്ചുഗീസുകാരുടെ ആ ഒരു കൾച്ചർ അവിടെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സെറ്റ് പീസസുകളായാലും അവരുടെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആയാലും കോസ്റ്റ്യൂംസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ലൈനിന് ചേർന്ന ഒരു കോസ്റ്റ്യൂമുകളായിരുന്നു. ഈ സിനിമ ചെയ്തേക്കുന്നത് എൻറ്റയർലി 3D ആണ്. ആർഎൽഎക്സ മിനി LF ക്യാമറയിൽ ആണ് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് ഒരു നോവലിനെ ബേസ് ചെയ്താണ്. ജിജോ പൊന്നൂസിൻ്റെ ഗാർഡിയൻ ഓഫ് ദ ഡിഗാമ ട്രഷേഴ്സ് എന്ന നോവലിനെ ബേസ് ചെയ്താണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. ഇത് ഒരു നേറ്റീവ് 3D സ്റ്റീരിയോ ലെൻസിൽ ഷൂട്ട് ചെയ്താണ്. അതിനായിട്ട് ഒരു സ്റ്റീരിയോസ്കോപ്പിക് ലെൻസ് വേണം. ഈ ലെൻസ് 2 സിഗ്നൽ ഒരുമിച്ച് കൂട്ടി ഒരു ഡെപ്ത് പെർസെപ്ഷൻ പോലെ നമ്മുടെ കണ്ണുകൾക്ക് തോന്നിപ്പിക്കും. ഇനി ഇതിനൊരു പാരലൽ റിഗ് വേണം. 2 ക്യാമറ ഒരു ലെൻസിൽ കൂടെ നമ്മുടെ കണ്ണിൻ്റെ ഡിസ്റ്റൻസ് മിമിക് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. 2 ക്യാമറ കണ്ണിൻ്റെ ഡിസ്റ്റൻസിൽ ഒരേപോലത്തെ ലെൻസിൽ ഷൂട്ട് ചെയ്യുക. ഒരു കണ്ണ് പോലെയാണ് ഇത്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് അതിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ അതൊരു വെരി ഡീറ്റെയിൽഡ് ടെക്നിക്കാണ്. നമ്മൾ കളർ ഗ്രേഡിങ്ങും പാനിങ്ങും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്.
ലെൻസ് ഡിസ്റ്റൻസും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഇതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റണ്ട് പുള്ളിത മോഹൻലാൽ, മിസ്റ്റർ മോഹൻലാൽ ആൻഡ് ക്രൂവിന് വളരെ ഒരു അഭിനന്ദനം അറിയിക്കുന്നു. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. എനിക്ക് തോന്നുന്നു ഇതധികം സിനിമയിൽ ഇങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളർ ഗ്രേഡിങ്ങും ഒക്കെ ഹൈലി സ്കിൽഡ് ആൾക്കാരാണ് ചെയ്തതെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവർക്കെല്ലാം ഒരു നല്ല ഹാറ്റ്സ് ഓഫ്. ഇത്രയും ടെക്നിക്ക് ഫില്ല് ചെയ്ത് കെയർഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഇത്രയും ഒരു അസ്തറ്റിക്കലി ചെയ്ത് കെയർഫുള്ളായിട്ട് ഇത്രയും പ്രസിഷനോടെ ചെയ്ത മിസ്റ്റർ മോഹൻലാൽ, ഈ ഒരു സിനിമ സമ്മാനിച്ച മിസ്റ്റർ മോഹൻലാൽ, കേരളത്തിന് ഇന്ത്യക്ക് സമ്മാനിച്ച മോഹൻലാലിന് വളരെ നന്ദി.